ഗൈസ്, ഇതാണ് നമ്മുടെ അച്ചു. അച്ചു ഇന്ന് ഹോസ്റ്റലിൽ പോവാണ്. അച്ചു കരയോ പോകുമ്പോ? ഇല്ല. അവിടെ എത്തിയിട്ട് കരയോ? ഇല്ല. അച്ചു കരയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം കരയോ ഇല്ലയോ എന്ന്. ഓക്കെ, അങ്ങനെ നമുക്ക് പോവാനുള്ള വണ്ടി വന്നു. നമ്മൾ പോണ വഴിക്കാണെങ്കിലോ നല്ല മഴ. ഈ അനിയൻ കുട്ടനാട്ടോ ഈ ചേച്ചീനെ കൊണ്ടുവിടുന്നത്. ഈ ചേച്ചിയാണെങ്കിൽ പുറത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ലേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശിലേരി എത്തി. തൃശ്ശിലേരിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് അച്ചുവിൻ്റെ ഹോസ്റ്റലിൽ പോണതിന് മുന്നേ അച്ചുവിൻ്റെ സ്കൂളിൽ പോകണം. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയിട്ട് അവിടെ ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു ഹോസ്റ്റലിൽ പോയിട്ട് ബാഗും വെച്ചിട്ടൊക്കെ വരാം. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി. ഇതാണ് കേട്ടോ അച്ചുവിൻ്റെ ഹോസ്റ്റൽ. അവിടെ എന്തൊക്കെയോ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അച്ചു അപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ സൈനും ചെയ്ത് അവളുടെ റൂം കാണാൻ വേണ്ടി പോയി. റൂമിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഉണ്ട് ആ മൂലയ്ക്കിരുന്ന് ഒരുത്തി കരയാൻ തുടങ്ങി. പിന്നെ നടന്നതാണെങ്കിൽ ചരിത്രം എന്ന് വേണേൽ പറയാം. കരയില്ല എന്ന് പറഞ്ഞ കുട്ടി പിന്നെ അങ്ങ് കരച്ചിൽ നിർത്താണ്ട് ആമേമേ ബാഗും കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാന്നാണ് പിന്നെ അച്ചു പറഞ്ഞത്. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇറക്കിക്കൊണ്ട് വന്ന് സ്കൂളെത്തിയിട്ട് അവളുടെ കരച്ചിലിനാണെങ്കിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവളെ സ്കൂളിലാക്കിയിട്ട് നമ്മളവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ്. ഈ ചങ്ങായാണെങ്കിൽ ചേച്ചീനെ വിട്ട് വന്ന സങ്കടത്തിലാണോ തണുത്തിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ അവർ അവരുടെ വീട്ടിലേക്ക് പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.